റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിയുടെ പരാക്രമം. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി മെഡിക്കൽ കോളേജിന്റെ ജനൽ തകർത്തു. മോഷണക്കേസ് പ്രതി വിവേകാണ് പരാക്രമം നടത്തിയത്. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. താഴത്തെ കുട്ടികളെ സ്ത്രീകളെ ഹോസ്പിറ്റലില് പേവാട് ശരത് എസ് എസ് ഉണ്ട്. ശരത്, മോഷണക്കേസിലെ പ്രതിയാണ് ഇയാൾ. നാട്ടുകാർക്കും ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർക്കും അവിടെ എത്തിയ രോഗികൾക്കും ജീവനക്കാർക്കും പോലീസിനും എല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലേ? ഷിയാസ്, പെരുമണ്ണ സ്വദേശി വിവേകാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കയറി പരാക്രമം നടത്തിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു മോഷണ കേസുമായി ബന്ധപ്പെട്ട് വിവേകിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റഡിയിലിരിക്കുകയാണ് ഇന്നിപ്പോൾ പുലർച്ചെ പ്രതി ചാടിപ്പോകുന്ന സാഹചര്യമുണ്ടായത്. പിന്നാലെ മെഡിക്കൽ കോളേജിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. മെഡിക്കൽ കോളേജിന്റെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് കയറുന്നു. പിന്നാലെ ഇവിടെ നിന്ന് പേവാടിന്റെ ബിൽഡിംഗ് ഇത്തരത്തിൽ പൈപ്പിൽ അള്ളിപ്പിടിച്ച് കയറുകയാണ് ഉണ്ടായത്. ഒപ്പം ജനൽച്ചില്ല് തകർക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരും ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെ ആ ഭാഗത്തേക്ക് എത്തുകയും ഇയാളെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തകർത്ത ജനൽച്ചില്ലിന്റെ ഭാഗം ഉപയോഗിച്ച് ഇയാൾ ഇത്തരത്തിൽ നാട്ടുകാർക്ക് നേരെ എറിയുന്ന കൂടി സാഹചര്യമുണ്ടായി. അങ്ങനെ മെഡിക്കൽ കോളേജിന് നാശനഷ്ടം വരുത്തുകയും ഒപ്പം പരാക്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് ഒരു മുറിയിൽ കയറിയ ശേഷം കഥ കടക്കുകയാണ് ഉണ്ടായത്. പോലീസും ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ തന്നെ ചേർന്നാണ് പ്രതിയെ പിന്നീട് പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച മെഡിക്കൽ കോളേജിൽ നിർത്തിയിട്ട ഒരു ഓട്ടോ മോഷ്ടിച്ച കേസിലാണ് ഇയാളെ പോലീസ് ഇന്നലെ പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. പോലീസ് മൊബൈൽ ഫോൺ മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളിലേക്ക് എത്തിയത്. പിന്നീട് കസ്റ്റഡിയിലിരിക്കെ ഇത്തരത്തിൽ പുലർച്ചെ ചാടിപ്പോവുകയായിരുന്നു. നേരത്തെ തന്നെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് വിവേക് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. ചെറിയ മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ളടക്കം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ശരത്.